എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ അനുമോൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി അനുമോളുടെ പിന്നാലെ നടക്കുന്ന ഒരാൾ ചില സത്യങ്ങൾ നമ്മളെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ, അതായത് അനുമോൾ ഭയങ്കര പഠിച്ച കള്ളിയാണെന്നും അനുമോളെ നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങൾ കൊടുത്ത വോട്ടുകളെല്ലാം നിങ്ങൾക്ക് തോന്നും തെറ്റായി പോയെന്ന് അത്തരത്തിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി ഒരാൾ നടക്കുന്നുണ്ട്. ഒട്ടും അസൂയം കുശുമ്പും ഇല്ലാത്തൊരു കണ്ണാപ്പി. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, കുറച്ച് പേര് പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒട്ടും താല്പര്യമില്ല, ആ വ്യക്തിയുടെ വീഡിയോസ് ഞാൻ കാണാറുമില്ല. ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. സംസാരമാണെങ്കിലും എന്തോ ഒരു വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു തോന്നൽ പുള്ളിക്കുള്ളതായിട്ടും മറ്റുള്ളവരോടൊക്കെ ഒരു പുച്ഛം ആയിട്ടുള്ളൊരു ഫീൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വീഡിയോസ് ഞാൻ കാണാറില്ല. പക്ഷേ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്, നിങ്ങൾ എന്തുകൊണ്ട് ആ വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും, നിങ്ങളോട് ക്ഷമിക്കൂ, കുറച്ച് നേരം നമുക്ക് അയാളെ കാണാം. വിനുവിനെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് അനുമോൾക്കെതിരെ ആര് നിൽക്കുന്നു അവരെ എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് കണ്ണാപ്പി എത്തും. കണ്ണാപ്പി ഇത് വെളുപ്പിക്കാൻ വേണ്ടി കണ്ണാപ്പി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട്. നമുക്കതിൻ്റെ ക്ലിപ്സ് ആദ്യം ഒന്ന് കാണാം. എന്താണ് കണ്ണാപ്പിയും വിനുവും കൂടിയും പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ, ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല, ഒട്ടും പ്ലാൻഡ് അല്ല. അവർ പെട്ടെന്ന് വിളിക്കുന്നു, വിനു കോൾ എടുക്കുന്നു, സംസാരിക്കുന്നു, നമ്മളെ പ്രേക്ഷകരെ സത്യം അറിയിക്കുന്നു. അനുമോൾ ഫ്രോഡാണ്, അനുമോൾ തന്നെ തേച്ചു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് സായി പറഞ്ഞൊരു കാര്യം സത്യമായി എന്ന് സ്വയം എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. വിനു നല്ലൊരു മനുഷ്യനാണ്, വിനുവിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ആ സത്യാവസ്ഥ നമ്മൾ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടുകൊണ്ടാണ് കേട്ടോ കണ്ണാപ്പി വന്നിരിക്കുന്നത്. പ്രേക്ഷകരെ കുറച്ച് സത്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ആ സത്യങ്ങൾ നമുക്ക് എന്തായാലും ഒന്ന് കേട്ട് നോക്കാം. ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം കേട്ടോ. ഒട്ടും ഡ്രാമയില്ല, സ്ക്രിപ്റ്റഡ് അല്ല, അത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്ന എടുത്തോട്ടെ. हेलो विनू ब्रो, यस ये क्या अपराध हो रहा है? മൊത്തത്തിൽ അപരാധ് ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടികൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു ക്ലാരിറ്റി കൊടുത്തതാണ്. ഇതിപ്പോ എന്താ അറിയോ, ഞാനൊരുമാതിരി മറ്റേ കണിയാന്റെ അവസ്ഥയായി പോയി. നല്ലതല്ലേ? എന്ത് നല്ലത് നല്ലതല്ലേ? പറഞ്ഞും പോയി. ഇത് ലാസ്റ്റ് മറ്റേ ഇതില് വിനുവിനെ വിളിക്കാന്ന് പറഞ്ഞു ഡയറക്ടർ സായി വിളിക്കുന്നു. വിളിച്ച ഉടനെ തന്നെ ഒന്നോ രണ്ടോ റിങ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒന്നോ രണ്ടോ റിങ് ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്കും വിനു കോൾ എടുക്കുന്നു. ചിലപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഫോൺ എപ്പോഴും ഇങ്ങനെ കയ്യിലുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് സായിയുടെ കോൾ വന്നപ്പോൾ എടുത്തതായിരിക്കും അല്ലേ. ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല അല്ലേ, ഒട്ടും ഡ്രാമയല്ല അല്ലേ. അതായത് സായി ചോദിക്കുന്നു, അപ്പോൾ തന്നെ അവിടെ നിന്ന് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. പക്ഷെ ഇത് മാത്രം പ്രശ്നമുള്ളതായിരിക്കും എന്തോ, എനിക്ക് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. നേരത്തെ സായി വിളിച്ച് പറയുന്നു, വിനു ഞാൻ വിളിക്കും, വീഡിയോ ഇട്ടിടും, വിനുവിനെ ഞാൻ വെള്ളപൂശാം, അനുമോളെ നമുക്ക് കരുവാരി തേക്കാം, അതിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നിട്ടുണ്ട്, ഞാൻ വിനുവിനെ വിളിക്കും എന്നൊന്നും നേരത്തെ പറഞ്ഞ് വെച്ചിട്ട് വിളിച്ചതല്ല കേട്ടോ. നമുക്കങ്ങനെ തോന്നിയെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കാണ്. അവരങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ചില മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, ഡേ 1 തൊട്ട് സായിയും വിനുവും കൂടി പ്ലാൻ ചെയ്ത സാധനങ്ങളല്ലേ ഇതുവരെ നടന്നത് എന്നൊക്കെ പറഞ്ഞു. അതെ, നമ്മള് മറ്റേ ദൃശ്യം 3ഉം 4 സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മളാണല്ലോ. എന്താ ദൃശ്യം 3ഉം 4 ഉണ്ടാവില്ല ബ്രോ, 3 വരെ ഉണ്ടാവുള്ളൂ. അതുപോട്ടെ, ദൃശ്യം 3-ലൊക്കെ കഥ എഴുതാൻ മാത്രമുള്ള ഒരു ബുദ്ധിയുടെ അല്ലെങ്കിൽ അതിൻ്റെ കഴിവിൻ്റെ ഒരംശം കഴിഞ്ഞ സീസണിൽ പോയിട്ട് കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. ബുദ്ധി മൈൻഡ് ഗെയിം കളിക്കുന്ന ആളാണെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായി അതിനുള്ളിൽ പോയി കുറച്ച് നാൾ ഇങ്ങനെ മിണ്ടാണ്ട് മുടിയും വെട്ടി താടിയും വെട്ടി ആളൊക്കെ രൂപമൊക്കെ അങ്ങോട്ട് മൊത്തത്തിൽ മാറ്റി, ആൾമാറാട്ടം എന്ന് പറഞ്ഞ പോലെ രൂപമൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി ആളങ്ങോട്ട് ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടിലും ഗെയിം വരുന്നുണ്ടോ. അവിടെ എത്തിയപ്പോഴേ കണ്ണാപ്പിക്കളി, പെങ്ങളോട്ടിക്കളി, എന്താ വാഴ, എന്തൊക്കെയാണ് പുള്ളി വാങ്ങി കൂട്ടിയത്. അതിൻ്റെയൊക്കെ എക്സ്ട്രീം ഏറ്റവും വലിയ വാഴയെന്ന് തോന്നുന്നു സീസണിൽ. എനിക്ക് തോന്നുന്നില്ല ഇതിൽ വലിയ വാഴകൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇത്രയും വലിയ വാഴയുടെ തലയിൽ ദൃശ്യം 3ഓ 4ഓ ഒന്നും വല്ല 4 ഇല്ല, ദൃശ്യം 3യുടെ ഒന്നും പുള്ളിയുടെ തലയിൽ ഉദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഒന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓൾറെഡി എനിക്ക് അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര മില്യൺസ് ഒക്കെ പോയ ഒരു വീഡിയോ ആയിരുന്നു. ബിന്നി ഞാൻ ഓൾറെഡി നമ്മളൊരു ഫംഗ്ഷനിൽ പോകുമ്പോൾ ഒന്നാമത് എനിക്ക് അവാർഡ് തരുന്ന ബിന്നിയാണ്. അത് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. അപ്പൊ അത് ഈ മൈൽ സ്റ്റോൺകാർ ഒപ്പിച്ചൊരു പണിയായിരുന്നു, എനിക്ക് അവാർഡ് ബിന്നി തരുന്നു എന്നുള്ള സംഭവം. അപ്പൊ ഞാൻ അപ്പൊ ഒബ്വിയസ്ലി നമ്മളൊരാളെ കാണുമ്പോ പോയി വിടാന്നുള്ളത് നമ്മൾ എന്താ നോക്കണേ,
ബിന്നിയുടെ കയ്യിലിരിപ്പോണ്ടാണ് വട്ടവർ എന്തായിക്കോട്ടെ. ബിന്നി അത്യാവശ്യം നല്ല രീതിയിൽ എയറിൽ നിൽക്കുമ്പോൾ വിനുവിനെ പറ്റി ഒരു വീഡിയോ ബിന്നി ചെയ്യുകയും അത് മില്യൺ അടിക്കുകയും എന്നിട്ട് മൈൽ സ്റ്റോണ് ആ ഒരു അവാർഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ബിന്നി, അതായത് വിനുവിന് അവാർഡ് കൊടുക്കാൻ ബിന്നിയാണ് നിർത്തിയിരിക്കുന്നത്. എന്താല്ലേ അടിപൊളി. നമ്മള് ഉള്ളിൽ ദേഷ്യം വെച്ചോ അല്ലെങ്കിൽ സങ്കടം വെച്ചോ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. സീസൺ കഴിഞ്ഞ ആർട്ടിസ്റ്റ് നിങ്ങളെ ആർട്ടിസ്റ്റിനെ മാനേജ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ പോലും ഞാൻ നിങ്ങളോടൊക്കെ ഒന്നിങ്ങോട്ടും സംസാരിച്ച ആളാണ്, പാർട്ടിക്ക് സംസാരിച്ചതാണ്. അപ്പൊ എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. നമ്മള് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറും. കഴിഞ്ഞ സീസണിന്റെ കാര്യം പറയണ്ട കേട്ടോ. കഴിഞ്ഞ സീസണിന്റെ കാര്യം നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പറയട്ടെ, നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് ബിന്നി എടുത്തിട്ടൊരു വിഷയമായിരുന്നു ഇങ്ങനെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ബിന്നിക്കെതിരെ സൈബർ അറ്റാക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റ് പൊക്കി കാണിച്ചു. ഇത് ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ നിങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പല ബിന്നിയാണ് ബിന്നിക്കെതിരെ സൈബർ അറ്റാക്ക് വരുന്നു എന്ന് പറഞ്ഞ് ബിന്നി ഒരു ചാറ്റ് എടുത്ത് കാണിച്ചു. ആ ചാറ്റ് കണ്ടപ്പോഴാണ് വിനു പറഞ്ഞത്, അയ്യോ ഈ ചാറ്റുള്ള ഗ്രൂപ്പ് ഞാനുള്ളതല്ല, അനുവിൻ്റെ ചേച്ചിയുള്ള ഗ്രൂപ്പാണെന്ന്. വിനു സൈബർ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഈ സീസണിലെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഈ സീസണിൽ വിനു ആ ലൈന് പിടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ജിൻഡോൻ്റെ ചീത്തപ്പേര് നിങ്ങളുടെ തലയിലുണ്ട്. അതുകൊണ്ട് ഈ സാധനത്തിൽ നിങ്ങളത് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണി പാളും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലെ ജിൻഡോൻ്റെ ചീത്തപ്പേരുണ്ടെന്ന്, അതായത് ജിൻഡോയ്ക്ക് അർഹതയില്ലെന്നാണോ സായി പറയുന്നത്? എൻ്റെ പൊന്ന് മാഷേ, ജിൻഡോ പുറത്ത് എങ്ങനെ ആയിക്കോട്ടെ, ജിൻഡോനെ കുറിച്ച് ഓരോരുത്തർ പറയുന്നു, നമുക്കത് ബാധകമല്ല. ബിഗ് ബോസ് വീടിനകത്ത് ജിൻഡോ എന്താണ് കളിച്ചത്? വലിയൊരു മാറ്റം സംഭവിച്ചത്, ഒന്ന് ആ ജിൻഡോ എവിക്ഷൻ നോമിനേഷനിൽ വന്നു, രണ്ടാമത് ജിൻഡോ ജയിലിൽ പോയി. ഈ രണ്ട് കാര്യങ്ങളും വന്നതോട് കൂടിയിട്ടാണ് ജിൻഡോയുടെ കളി ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കളിയായിരുന്നു. പുള്ളി ഈ കണ്ട ജനങ്ങളെ മൊത്തം പുള്ളിയുടെ അണ്ടറിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ, പുള്ളിയെ വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ കഴിവാണ്. പുള്ളിയോട് ഗെയിം കളിക്കാൻ വന്നതാണ്, അല്ലാതെ ഞാൻ ആരാണെന്ന് കാണിക്കാൻ വന്നതല്ല. അതായത് മറ്റു പലരും ഞാൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയവരാണ്. അതായത് ബിഗ് ബോസ് പോലുള്ള അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഞാൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പലരും പോയവരൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് കണ്ണാപ്പികളായിട്ടും പെങ്ങളൂട്ടി കാടൊക്കെ എടുത്ത് പെങ്ങളൂട്ടി കളിയൊക്കെ കളിച്ചിട്ട് 5-3 നക്കാപ്പിച്ച പൈസ എടുത്തിട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ജിൻഡോനെ പൂച്ചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയ സീസണാണ്. നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയോ കപ്പ്? ഇല്ലല്ലോ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ആകെ എടുക്കാൻ പറ്റിയത് ആ പൈസയാണ്. ആ നന്ദന പാവം അത് എടുത്തോട്ട് പോയാനേ ഇരുന്നത്. അതിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അതിന് പൈസ ഇല്ലാണ്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ പാവപ്പെട്ടവൻ്റെ കഞ്ഞിയിൽ പോലും പാറ്റ ഇട്ടിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇത്രയും കണ്ട് മില്യൺ കണക്കിന് എമൗണ്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ തെളിവും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത്രയും രൂപ മാസം ഇത്രയും കിട്ടുന്നുണ്ട്, വെറും 2 വീഡിയോ ഇട്ടിട്ട് ഇത്രയും കിട്ടുന്നത്. അപ്പോൾ ഡെയിലി ഒരുപാട് വീഡിയോ ഇടുന്നവർക്ക് എത്ര കൊട്ടപ്പടി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വലുതായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കിട്ടുന്ന നിങ്ങൾ എന്തിനാണ് ആ ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് പോയത്? എന്നിട്ട് അത് നന്ദനക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടില്ല, കൊടുത്തോ ഇല്ലെന്നോ നമുക്കറിയില്ല. ഇനിയിപ്പോൾ അവർ കൊടുത്തതല്ലേ പറയുള്ളൂ. എന്തായാലും നമ്മുടെ മുന്നിൽ എടുത്തിട്ട് പോയത് സായിയാണ്. ഇത്രയും വലിയ പൈസ കിട്ടുന്ന സ്വയം കോടീശ്വരനാണെന്ന് പറയുന്ന ആൾക്ക് എന്തിനാണ് ആ ഒരു ചെറിയൊരു എമൗണ്ട്, പുള്ളി എന്തിനാണ് ആ ഒരു എമൗണ്ടൊക്കെ എടുത്തിട്ട് പോയത്? പുള്ളിക്ക് കളിക്കാൻ തന്നെ ഇവിടെ നിന്ന് കളിച്ചുകൂടായിരുന്നോ? കളിക്കാണ്ട് നിൽക്കൂല, കിട്ടൂല എന്നറിയ പുള്ളിക്ക് മനസ്സിലായി. കണ്ണാപ്പി കളിയാ കളിച്ച്. എന്നിട്ട് ഇപ്പോൾ ജിൻഡോനെ കുറ്റം വന്നു. ആ ജിൻഡോ ഉള്ളത്, ജിൻഡോനെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല, പുറത്തുള്ള ജിൻഡോനെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ വീടിനകത്തുള്ളത് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. കളിച്ചുകൊണ്ടാണ് പുള്ളി കിട്ടിയത്. എന്നിട്ട് അതിൻ്റെ അപരാധം എന്താ? വിനു എന്താണത്? വിനു ഉള്ളത് മാത്രം കപ്പ് കിട്ടുള്ളൂ. വിനു ഉള്ളതുകൊണ്ട് കപ്പ് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു കോപ്രായം. അത് ഇനി അടുത്ത സീസണിൽ ലാലേട്ടൻ വരും PR കാർഡ് കീറാൻ. കുറെ കാർഡ് കീറിയതാണെങ്കിൽ അല്ല, ഞാൻ അങ്ങനെ PR സാധനം ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ എന്നെ ഓർമ്മിക്കരുത്. പാവ ചിത്രചേച്ചി എന്റെ അവസ്ഥ കണ്ടു കൊടുത്തതാണ് കേട്ടോ. പക്ഷേ ചിത്രചേച്ചിയുടെ അതിന്റെ കാര്യം കൂടി പറയാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാണ്. അതൊരു ഡയമണ്ട് സ്റ്റഡഡ് സ്വറോസ്കി ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് മൈ പ്ലൈറ്റ് ദാറ്റ് ഷി വാസ് ഗിവൻ ദ ഡയമണ്ട് റിംഗ്. എന്റെ പ്ലൈറ്റ് കാരണമല്ല, പകരം അത് കൊടുത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രചേച്ചിയോട് ഫിനാലയിൽ ചെല്ലുമ്പോ ചിത്രചേച്ചിയുടെ നീസ് അനുമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ചിത്രചേച്ചിക്ക് അത് സാധിച്ചില്ല. കാരണം നീസ് ഭയങ്കര ഫാനാണ് അനുമോളുടെ. അങ്ങനെ ചിത്രചേച്ചി പറഞ്ഞു ചിത്രചേച്ചിയുടെ കയ്യിൽ കിടന്ന സ്വറോസ്കി സ്റ്റാൻഡേർഡ് മോതിരമാണ് അനുമോൾക്ക് ഊരി കൊടുത്തത്. ഐ എം വൗച്ചിങ് ഫോർ ദാറ്റ് റൈറ്റ് നൗ കേട്ടോ. പലർക്കും അത് ഭയങ്കര ഡൗട്ട്. കാരണം വെറുതെ ആർട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കളിയാക്കി കുറച്ച് പേര്.
അവർക്കുള്ളൊരു മറുപടി ഞാൻ ബിനു ചേട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത്. പറയാൻ വെച്ച് നോക്കുക, പറയാൻ പറ്റും. ഇതാ എന്തോ സോറോസ്കി ക്രിസ്റ്റൽ റിംഗ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഈ വീഡിയോ കിട്ടിയെന്ന് തന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 10,000-20,000 30,000 രൂപ, അതിലും കൂടുതലൊന്നും കാണുമായിരിക്കില്ല. ഓക്കെ, ഒരു ബൊക്ക കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും സൊറോസ്കി മറ്റേ കല്ല് വെച്ച മോതിരം ഒരു കൊടുത്ത ചിത്ര ചേച്ചി മാസെന്നേ പറയാനുള്ളൂ. അതിലും വലിയൊരു മാസം ഞാൻ പറയട്ടെ, എഗെയിൻ അനുമോൾ. ഇത് ആ വേദിയിൽ വെച്ച്, വേറൊരു വേദിയിൽ വെച്ച് മിഥുനെ കൊണ്ടത് പറയും. മിഥുന് ഭയങ്കര ചളിപ്പുണ്ടത് പറയാൻ. എന്നാലും മിഥുൻ അതാണ്ട് പറഞ്ഞ് തീർത്ത്. പിന്നെ അതിനൊരു സ്ക്രിപ്റ്റും വന്നു, ബൊക്കയ്ക്ക് പകരം റിങ് കൊടുത്തു. എന്നിട്ട് അത് കുറേ പേര് എടുത്ത് വെച്ച് നടക്കുന്നുണ്ട്. എൻ്റെ മുന്നേ മക്കളെ, ഞാൻ എഗെയിൻ പറയുന്നു, എ പെയ്ഡ് വിന്നർ ഈസ് എ പെയ്ഡ് വിന്നർ ഓൾവേസ്. ഓക്കെ, എ പ്രൗഡ് വിന്നർ ഈസ് എ പ്രൗഡ് വിന്നർ ഓൾവേസ്. അതിൻ്റെ ഡിഫറൻസ് എപ്പോഴും അവരുടെ സ്റ്റാൻഡേർഡ്സിൽ ഒട്ടും കോശമില്ല കേട്ടോ, ഒട്ടും കോശമില്ല. എന്താല്ലേ, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആണുങ്ങൾക്കും ഇതിനെ കുശുമ്പുണ്ട്. എൻ്റെ പൊന്നു, ഇപ്പോഴും പറയുകയാണോ 20,000 രൂപ മുകളിൽ വരില്ല. എന്നാൽ പിന്നെ ഇതിലൊരു ജ്വല്ലറി പോയിട്ട് ഇപ്പോൾ ഇത്രയും ലക്ഷങ്ങളൊക്കെ മേടിക്കുന്ന ആൾ തന്നെ കഴിഞ്ഞ ഇതിലൊക്കെ അത് പറയുന്നുണ്ട്, ഇത്ര ലക്ഷത്തിൻ്റെ റവന്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 20,000 രൂപയൊക്കെ ഒന്ന് വാങ്ങിച്ചൊന്ന് കാണിച്ചതേ, നമുക്ക് ആ ഒരു വീഡിയോ എടുത്ത് കാണിക്കും. ഇപ്പോഴും പറയുന്നത് 20,000 രൂപയുടെ ഇതാണെന്ന്. ഈ മനുഷ്യന് എന്ത് പറയാനല്ലേ. പിന്നെ എന്താ പറയുക, മിഥുന് തന്നെ ചളിപ്പുണ്ടെന്ന് മിഥുൻ പറഞ്ഞു. അത് മിഥുൻ നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷനാണ് തന്നത്. നിങ്ങൾ ഓരോന്ന് കള്ളങ്ങളി ഒരു ചാനലിൽ ഇന്ന് പിടിച്ച് പടച്ചു വിടുമ്പോൾ, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, അത് സത്യം എന്താണെന്ന് അറിയുന്നവരെ വിളിച്ച് പറയുമ്പോൾ അത് എന്താ ചളിപ്പ് ഇങ്ങനെയൊക്കെ പറയാൻ ചളിപ്പില്ലേ. പിന്നെ പെയ്ഡ് വിന്നർ ഈസ് ഓൾവേസ് പെയ്ഡ് വിന്നർ എന്ന്. അനുമോളൊരു പെയ്ഡ് വിന്നറാണെന്ന് തന്നെയാണ് ഇപ്പോഴും ഈ പുള്ളി പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ സീസണിലല്ലാതെ പുള്ളി ഈ സീസണിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ സീസണിൽ നന്ദന പെങ്ങളൂട്ടി പെങ്ങൽ പസംഗം എന്ന് പറഞ്ഞ പോലെ സീസണിൽ ഒരുപക്ഷെ നന്ദനക്ക് പകരം അനുമോൾ പെങ്ങൽ പസംഗം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി നടന്നാണ്. പുള്ളിക്ക് അതിനുള്ളതേ ഉള്ളൂ. ആരുടെയെങ്കിലും അണ്ടറിൽ കയറിയിട്ട് ഇതേപോലെ പറഞ്ഞ് നടക്കാനല്ലാണ്ട് സ്വന്തമായിട്ട് ഒരു ഗെയിമും ഇല്ലാത്ത കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ പുറത്താക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പൈസ എടുത്തുകൊണ്ട് ഒരൊറ്റ മുങ്ങലങ്ങോട്ട് മുങ്ങി. ഇതാണ് വലിയ പേടല്ലാത്ത കഴിവുകൊണ്ട് കളിച്ച ഒരു കണ്ടസ്റ്റൻ്റ്, ഒരാൾ അവിടെ പോയി നല്ല രീതിയിൽ കളിച്ചിട്ട് ഇങ്ങനെ വന്ന് പറ. ഇപ്പോൾ അൾട്ടിമേറ്റ് വരുന്നുണ്ട്, വിളിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും അൾട്ടിമേറ്റിൽ ആരുടെയെങ്കിലും കയ്യും കാലും ഒക്കെ പിടിച്ചിട്ടൊന്ന് കയറിയിട്ട് ആ കപ്പും കൊണ്ട് വാ, കഴിവുള്ള ആൾ, നമ്മളൊന്ന് കാണട്ടെ. ഇത്രയൊക്കെ കഴിവുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചതാണ്. ഈ സീസണിൽ മസ്താനി എന്താ ചെയ്തത്, അത് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ഈ പുള്ളിയും ചെയ്തിരിക്കുന്നത്. ഈ സീസണിൽ മസ്താനി പോയിട്ട് അവിടെ പോയിട്ട് എന്താ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ലാലേട്ടൻ്റെ വായിന്ന് ഇരിക്കുന്നത് മൊത്തം കേട്ടു, ആകെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് വന്നു. പക്ഷേ ഈ പുള്ളി PR കൊടുത്തോണ്ട് പോയതുകൊണ്ട് തന്നെ പുള്ളിക്ക് വലിയ നെഗറ്റീവ് ഉണ്ടായിരുന്നില്ല, എന്നാലും ഉണ്ടായിരുന്നു. അത് നമ്മളെപ്പോലുള്ള പ്രേക്ഷകർ കാണുമല്ലോ, അത് അവർക്കൊക്കെ മനസ്സിലായ ഒരു കണ്ണാപ്പി കേസാണ്. അല്ലെങ്കിൽ ഒരു പെങ്ങളൂട്ടി കാർഡ് എടുക്കാൻ വേണ്ടി വന്ന അത് ലാലേട്ടൻ തന്നെ പറഞ്ഞു, പെങ്ങളൂട്ടി കാർഡ് കീറുന്നു, അത് കൊണ്ടു. ഇപ്പോൾ ലാലേട്ടനെ പറയുന്നുണ്ട് അടുത്ത സീസണിൽ PR കാർഡ് ലാലേട്ടൻ കീറുന്നത്. പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. പെങ്ങളൂട്ടി കാർഡ് കീറിയല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ലാലേട്ടനെ പോലും കളിയാക്കിക്കൊണ്ട് എത്തിയിരിക്കുന്നത്. എനിക്ക് പെട്ടി മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പെട്ടി എടുത്തിട്ട് പോയി. എനിക്ക് തോന്നുന്നത് പുള്ളി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നന്ദന എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. നന്ദനയെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് അടക്കമായിരുന്നു, ഞാൻ എടുക്കും എന്ന്. ഇതറിഞ്ഞിട്ടും പെങ്ങളൂട്ടിയാണെന്ന് അറിഞ്ഞിട്ടും പെങ്ങളൂട്ടി കാർഡ് എടുത്തിട്ടും കളിച്ചിട്ടും എടുക്കാൻ പോകണമെന്ന് മനസ്സിലായിട്ടും പിന്നെ പുള്ളി ആരോടും പറയേണ്ട ഒരൊറ്റ, എനിക്ക് തോന്നുന്നു ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്താണ് പുള്ളി കയറി തൊട്ടത്. പുള്ളി തുടർന്ന സമയത്ത് തുടരെ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. നന്ദന ലിവിങ് ഏരിയയിൽ നിന്നിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ പോയിട്ട് ഓടി വേഗം പോയി എടുക്കുന്നതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് പുള്ളി എടുത്തിട്ട് ഒരൊറ്റ ഓട്ടം ഓടിയത്. പൈസ എടുത്തിട്ട് പുള്ളി അങ്ങോട്ട് പോവുക ചെയ്തത്. പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു ഗെയിം കളിച്ച ഇവനൊക്കെ അനുമോളെ കുറ്റം പറയാനായിട്ട് എന്ത് അധികാരമാണുള്ളത്, അല്ലെങ്കിൽ എന്ത് വോയിസാണ് ഉള്ളത്, എന്ത് കഴിവാണ് ഉള്ളത്? കുറ്റം പറയുമ്പോൾ കുറച്ച് കൊഴുപ്പ് വേണ്ടേ? അഥവാ ഇവന് അത്രയ്ക്ക് വലിയ കഴിവുണ്ടെങ്കിൽ അവൻ അൾട്ടിമേറ്റ് വരുവാണെങ്കിൽ, വരുമല്ലെന്നൊന്നും അറിയില്ല, അഥവാ വരുവാണെങ്കിൽ ഒന്ന് കയറ്. അത് കഴിവുള്ളവരെ എടുക്കുള്ളൂ, ഇവനേക്ക് എടുക്കാൻ സാധ്യതയില്ല. അഥവാ എടുക്കുകയാണെങ്കിൽ ഒന്ന് കയ്യും കാലും പിടിച്ചിട്ട് ഇത്ര വലിയ ആളാണല്ലേ, അപ്പോൾ ഒന്ന് ചെന്നിട്ട് ഒന്ന് കയറിയിട്ട് അവിടെ കയറി നമ്മളെ ഒരാഴ്ച കളിച്ച് കാണിച്ചാൽ അവിടെ പോയിട്ട് പെങ്ങളൂട്ടിക്കാട് കളിച്ച് എന്തിന് ഭാര്യ വരെ വന്നിട്ട് ട്രോളിക്കൊണ്ടിരിക്കണായിരുന്നല്ലോ. എന്ത് കളിയാണ് കളിക്കണേന്ന് വെച്ചിട്ട് ആ മനുഷ്യനാണ് കേട്ടോ അവിടെ ഒന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രം കണ്ടതിൽ ഏറ്റവും വലിയ വാഴയാണ്, കണ്ണാപ്പിയാണ്. അതുപോലെ എന്താ പറയണ്ടേ,
പെങ്ങൾ പ്രസംഗം. കഴിഞ്ഞ സീസണിൽ നന്ദന, ഈ സീസണിലായിരുന്നെങ്കിൽ അനുമോളെ പിടിച്ചിട്ട് പെങ്ങളെ എന്ന് നടന്നാൽ ഫാമിലി റൗണ്ടിൽ എൻ്റെ അപ്പനൊന്നും വരണ്ട, എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ആളാണ്. ആ ആളാണ് ഇപ്പം അനുമോളെ പറയുന്നത്. അനുമോളെ അച്ഛനോടും അമ്മയോടൊക്കെ സ്നേഹമുള്ളവർ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ സ്വന്തം അപ്പം പോലും വരണ്ട എന്നൊക്കെ അവരെ പോലും ധിക്കരിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അവരെ പോലും ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ, കണ്ട കാര്യം പറയുന്നത്. അവരുടെ ഫാമിലി കാര്യം നമുക്കറിയില്ല. ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് വെച്ചിട്ട് ലൈവ് കണ്ടോ 24/7 കണ്ടവർക്കറിയാം സായി എന്തൊക്കെയാണ് വീട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കൊക്കെ ഒരുപക്ഷെ വീട്ടുകാരെ സ്നേഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ കാണുമ്പോൾ ചെറുതായിട്ട് ഒരു ഇത് വരുമല്ലോ. എനിക്ക് തോന്നുന്നു അതൊക്കെ മൊത്തം എല്ലാം കൂടെയുള്ള ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നമാണ് പുള്ളിക്കുള്ളത്. സ്വന്തം അപ്പനോട് മിണ്ടൂല, സ്വന്തം അപ്പൻ വീടിനകത്തേക്ക് വരണ്ട, ഞങ്ങൾക്ക് കാണണ്ട എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ വീഡിയോ കോൾ വഴി വഴക്കൊക്കെ മാറ്റി എന്തൊക്കെയോ സംസാരിച്ച് അവിടെ കിടന്ന് വട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങി. അത് കഴിഞ്ഞ് പിന്നെന്താ വീട്ടിലുള്ളവരെയൊക്കെ താറടിച്ച് കാണിച്ച്. ഇങ്ങനെയുള്ള ഇയാൾക്കൊക്കെ അനുമോൾ എന്താ അവിടെ ചെയ്തതെന്ന് മനസ്സിലാവില്ല. താൻ എന്താ ചെയ്തതെന്ന് തൻ്റെ സീസൺ പോയി ഒന്ന് കാണ്, എന്നിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് വാ. തൻ്റെ സീസണിൽ താൻ ഇതൊക്കെയാണ് ചെയ്തതെന്ന് തൻ്റെ ഭാര്യ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ കൈയടിച്ചിട്ടുണ്ടായിരുന്നു, തന്നെ നാറ്റിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ട്രോളി നാറ്റിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള താനാണ് ഇപ്പം വന്നിട്ട് ഈ സീസണിൽ നല്ലോണം കളിച്ച ഒരാളെ പെയ്ഡ് എന്ന് പറയുന്നത് അല്ലേ, പെയ്ഡ് വിന്നർ എന്ന് പറയുന്നത്. നാണമുണ്ടോ തനിക്ക്? താൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ താൻ പറയുന്നത്? താൻ കഴിവുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണം ആദ്യം. അതില്ലാത്ത തന്നെ പോലുള്ളവർക്ക് ഈ കൂടിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ നടക്കുള്ളൂ. എൻ്റെ ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ വലിയ എന്തോ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞു, യൂട്യൂബേഴ്സിൻ്റെ ക്രിക്കറ്റിൻ്റെ എന്തോ വലിയൊരു ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിചാരം യൂട്യൂബർ മൊത്തം തൻ്റെ തലയിൽ കൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പോയി സീസൺ 6 അതായത് കഴിഞ്ഞ വർഷത്തെ സീസൺ പോയി കണ്ടിട്ട് തൻ്റെ എപ്പിസോഡെങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ടിട്ട് അത് ആദ്യം ഒന്ന് വിലയിരുത്ത്, എന്നിട്ട് അനുമോളെ വിലയിരുത്താൻ പാ. ഇപ്പോൾ വിനു ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വിനുവിനെ വെളുപ്പിക്കാനായിട്ട്. ഇത് ഡ്രാമയാണെന്ന് ഈ കണ്ടു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാകും ബ്രോ. വിനുവിനെ പറഞ്ഞു പഠിപ്പിച്ച് എന്തൊക്കെയോ വിനു വെള്ളപൂശൊന്ന് കുറച്ച് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ ഒന്ന് സുഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ നിങ്ങൾക്കെതിരെ ഒന്നും വീഡിയോ ചെയ്യൂലല്ലോ. അതുകൊണ്ടായിരിക്കും അല്ലേ നിങ്ങൾ അവരെയൊക്കെ അങ്ങോട്ട് ആണോളം പുകഴ്ത്തിക്കൊണ്ടിട്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് എല്ലാവർക്കും കണ്ടു നിന്നവർക്കൊക്കെ അറിയാം. പിന്നെ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാണുണ്ടോ നിങ്ങൾക്ക്? ആദ്യം പോയി സ്വന്തം സീസണിൽ സ്വന്തമായിട്ട് എന്താ കളിച്ചതൊന്ന് കാണിക്കുക, എന്നിട്ട് സ്വന്തം സീസണിൽ പോയിട്ട് താൻ എന്താ കാണിച്ചതെന്ന് ആദ്യം പോയി ഒന്ന് കാണ്. എന്നിട്ട് ഇങ്ങനെ പെയ്ഡ് വിന്നർ എന്നൊക്കെ പറയും. താനും കുറച്ച് പേടൊക്കെ കൊടുത്തിട്ടായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക, എന്നിട്ട് നിൽക്കാൻ പറ്റുമോ? അവസാനം കൊടുത്ത പൈസയെങ്കിലും മുതലാവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ഈ പറയുന്ന 5 ലക്ഷം എടുത്തിട്ട് 5-3 എത്രയൊക്കെയാണെന്ന് എടുത്ത് അതെടുത്തിട്ട് പോകുന്നത്. വിനുവിനെ വെള്ളപൂശുക മാത്രമല്ല അനുമോളെ താറടിച്ച് കാണിക്കാനും. മോതിരത്തിൻ്റെ വില ഇപ്പോഴും 20,000 രൂപ മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, തനിക്ക് കിട്ടിയോ അത് 20,000, 10,000, 2,000 ആയിക്കോട്ടെ, വട്ടവർ ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. തനിക്ക് കിട്ടിയോ? മോതിരം പോയിട്ടൊരു മുട്ടുസൂചി പോലെ അവിടെ നിന്ന് കിട്ടിയോ? പിന്നെ അവിടെ നിന്ന് പൈസ എടുത്തോണ്ട് പോകുന്നല്ലോ, ശരി, പൈസ എടുത്തോണ്ട് പോകുന്നു. എന്നിട്ട് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താ തോന്നിയ ദിവസം കാണിച്ച് വന്നിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞ് താൻ ഇറങ്ങിയിരിക്കുന്നത്. നാണുണ്ടോടോ? അനുമോളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് സായി ചെയ്യുന്നു, അതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്തല്ലേ, പിന്നെ എന്താ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുടെ ഈ ഒരു വീഡിയോ ചെയ്തത്. പേഴ്സണലി ഞാൻ ഇയാളുടെ വീഡിയോസ് കാണാറില്ല, നിങ്ങളിങ്ങനെ പറയുമ്പോൾ മാത്രമാണ് ഞാൻ ഇയാളുടെ വീഡിയോ കാണുന്നത്. പേഴ്സണലി എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ബൈ.